അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്ന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരോടും സ്വാഗതം ചെയ്യണം. അപ്പോൾ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി, വെളിച്ചത്തൊക്കെ ഇറങ്ങി. ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ. അപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളോ? മഴയൊന്നുമില്ലല്ലോ. ഇന്ന് ഇവിടെ മഴയൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇന്ന് വെളിയിലൊക്കെ ഇറങ്ങി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. ഞാൻ കടയിലൊക്കെ പോയി വന്ന് കുറച്ച് വർക്കുകളൊക്കെ ചെയ്തട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ കഴുകിയിട്ട് ഇതാണ്ടോ, ഡ്രസ്സൊക്കെ വിരിച്ചിട്ടിട്ടില്ല കേട്ടോ. ഡ്രസ്സൊക്കെ അവിടെ തൂക്കിയിട്ട് അപ്പോൾ നേരം വഴുകുമെന്ന് വിചാരിച്ചിട്ട് വേഗം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, വീടിൻ്റെ ചുറ്റും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് വീഡിയോ എടുക്കാൻ എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ വീടിൻ്റെ ഉമ്മറം കാണിച്ചു കേട്ടോ. തൊട്ടടുത്ത വീടാണ് ഈ കാണുന്നത് കേട്ടോ. വീടിൻ്റെ സൈഡ് ഭാഗമാണ് കേട്ടോ അത്. അപ്പം ഇന്ന് പുറത്തൊക്കെ ഇറങ്ങി നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കുറേ കാക്കകളെ കാണാം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം. വീട്ടിൻ്റെ അകത്തു നിന്ന് തന്നെ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുക്കണ്ടല്ലോ. എൻ്റെ കാലിൽ ഉറുമ്പും കടിച്ചു, ഉറുമ്പുണ്ടായിരുന്നു. അത് ഞാൻ താഴത്തേക്ക് നോക്കിയത് കേട്ടോ. അത് കാണാൻ സ്കൂളാണ് കേട്ടോ. മേൽഭാഗത്ത് റോഡാണ്. അപ്പം ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം നമുക്ക് സംസാരിച്ച് നിൽക്കാം കേട്ടോ. അപ്പോൾ കടയിൽ പോയി വന്ന് അടുക്കള മുഴുവൻ വെള്ളമായിരുന്നു. അതൊക്കെ കുറേ തുടച്ച് അടിച്ച് വാരിയിട്ട് ചൂലൊക്കെ പൊലോണ്ട് ഇതാക്കിയിട്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ഡ്രസ്സ് ഇല്ലാണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അത് വീടിൻ്റെ ഉമ്മറാണ്, അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഡോറ്. കുട്ടികൾ ഇറങ്ങിയ റോട്ടിലേക്ക് ഓടിപ്പോണ കാരണം ഫ്രണ്ട് ഞാൻ എപ്പോഴും അടച്ചിട്ടില്ല. അപ്പോൾ അതിൽ പിന്നെ മഴ പെയ്തതിന് ശേഷം തുറക്കാനും കുറച്ച് പണി. അപ്പോൾ അതുകൊണ്ട് പിന്നെ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ സ്കൂളാണ് കാണുന്നത്. നല്ല വലിയ മാവിൻ്റെ മഴയൊക്കെ ഉണ്ട്. ഒരു ഷട്ടർ റൂമുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്കൂളിലത്തെ കുട്ടികളൊക്കെ മിഠായി വാങ്ങാൻ വന്നിരുന്ന പഴയ ഈ ഷട്ടർ കാണുന്നത് അത് കടയായിരുന്നു കേട്ടോ. ഒരു പീടിയ റൂമായിരുന്നു, മിഠായി കടയായിരുന്നു അത്രേ. അപ്പോൾ അതാണ് റോട്ടിലേക്ക് ഫ്രണ്ടിൽ നിന്ന് കയറുന്ന വഴി. നല്ല സ്കൂളിൽ നല്ല മാവിൻ്റെ മരമുണ്ട്. അതാണ് കേട്ടോ വേക്കൽ കാണുന്നത്. വൈകുന്നേരം 5 മണിയായിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ ടൈം നോക്കിയപ്പോൾ 4 കഴിഞ്ഞ് 5 മണി. അപ്പോൾ പെട്ടെന്ന് വീഡിയോ ഇടണമല്ലോ, വീഡിയോ എടുക്കണമല്ലോ, എന്നും വൈകാണ്. കടയിൽ പോയി വന്നാൽ രണ്ടാളും ഉമ്മയും കൂടിയിട്ട് ഒരു കഥ ആക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ അടിച്ചു വാരൽ, തുടക്കൽ, അടുക്കള ഫുള്ള് വെള്ളമൊക്കെ. അടുക്കള പുറത്തേക്ക് കയറുന്നോടെ തന്നെ ഒരു ടാപ്പ് ഉണ്ട്. അപ്പോൾ ആ ടാപ്പിൽ നിന്ന് വെള്ളം കൊണ്ടൊരു വഴിക്കാക്കി വെച്ചിട്ടുണ്ടാവും. ഞാനൊരു വഴിക്കായി പോവും. ഇവിടെ വന്ന് കഴിഞ്ഞാൽ അമ്മാനെ പിന്നെ കുട്ടികൾക്ക് ഒരു പേടിയില്ല, ഒരു കഥ ആക്കിയിടും. കുറേ ഡ്രസ്സുകളും ഉണ്ടാവും നനച്ചിട്ടിട്ട്. അവരെ ഇഷ്ടം അവരിങ്ങനെ എടുത്തിടും. എന്താ കണ്ടോ ഷട്ടറുകളിലിട്ട റൂം. അതിൽ പിന്നെ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടോ ഞാൻ എൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. ഉപയോഗിക്കാത്ത പാത്രങ്ങളും ഡ്രസ്സുകളൊക്കെ, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ വെക്കാം കേട്ടോ. ഇതാ തൊട്ടടുത്തൊരു വീടുണ്ട്. ആ കാണുന്ന വീട്ടുകാരെ വീടാണ് കേട്ടോ. അവരെ കുടുംബമാണ്. അപ്പോൾ അവരെ ഇതിൽ പെട്ട വീടാണ്. അപ്പുറത്തെ വീട് കേട്ടോ സ്കൂളാണത്. ഇപ്പോൾ സനമോള് സ്കൂളിൽ ആക്കിയിട്ടില്ല. അവൾക്ക് 6 വയസ്സായിട്ടില്ല. 6 വയസ്സിൽ 1ാം ക്ലാസ്സിൽ ചേർത്തുള്ളൂ. വരെ അംഗൻവാടി ഇംഗ്ലീഷ് മീഡിയം. അപ്പോൾ തൽക്കാലം അംഗൻവാടി പോട്ടെ എന്ന് വിചാരിച്ചു. 1 വയസ്സിൽ 1ാം ക്ലാസ്സിൽ ചേർത്താം. തൊട്ടടുത്ത് തന്നെ ഉണ്ട്.
ഇപ്പോൾ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ നഴ്സറിയാണ്. പ്രൈവറ്റ് പോലെ തന്നെ ഒരു വർഷത്തേക്ക് 3500, പിന്നെ മാസം 100 രൂപ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ചപ്പുറത്തോട്ട് പോകാം. കൊതുകൊക്കെ കടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു എൻജോയ്മെൻറ്റ്. അപ്പോൾ ഇതാ കാണുന്നത് തൊട്ടടുത്ത് വീട് കേട്ടോ. അത് കാണുന്നത് സ്കൂളാണ്. 7 വരെ ഉണ്ട്. ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ. അപ്പോൾ തെങ്ങിൻ്റെ ചോട്ടിലാണ് ഞാൻ നിൽക്കണത്. തെങ്ങിൻ്റെ മുകളിൽ തലക്കെന്തെങ്കിലും വീഴും. അതാ കാണുന്ന സ്കൂള്. നമ്മളെ കാക്കാച്ചലും കാണാം. അപ്പോൾ ഇതിൻ്റെ ബാഗിലേക്കൊക്കെ പോയാൽ ഞാൻ ദിവസം പോകണം വീഡിയോ എടുക്കാൻ. എനിക്ക് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തെങ്ങിൻ്റെ മുകളിലേക്ക് നോക്കാം. ഞാൻ തേങ്ങ വീഴോ, ഇടയ്ക്കിടയ്ക്ക് ഓല വീഴാറുണ്ട്. പിന്നെ അതോടുകൂടി എനിക്ക് പണിയാവും. അവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരമാണ് ഇന്നാൾ മുറിക്കണത്. ഈ വീഡിയോ ഞാൻ ഇട്ടത് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല തെളിഞ്ഞ ആകാശം. ഇന്ന് മഴക്കാറൊന്നുമില്ല. കണ്ടോ, വെള്ള മേഘങ്ങളെ കാണാനുള്ളത്. റോഡാണ് കേട്ടോ. ഓട്ടോ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ സനമോള് വന്നിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഉടുപ്പ് മാറ്റി വേറെ ഇട്ട് വീഡിയോ എടുക്കണത് കണ്ടാലേ. അപ്പോൾ അവൾ വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കയ്യിൻ്റെ മുകളിൽ ഒരു എവിടുന്ന പേന കിട്ടിയതെന്ന് അറിയില്ല. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോവും. എൻ്റെ അടുത്തൊന്നും എന്തായാലും ഇവിടെ വീട്ടിൽ പേന കിട്ടും. കടയിൽ പോയിട്ട് ചെയ്ത പണിയാണ്. ഇതിനൊക്കെ എന്താ വേണ്ടത്? ഇതെന്തിനാ ഇട്ടക്കണാണാവോ? ഇവളൊക്കെ എന്താ വേണ്ട? ഇതാണ്ട നഖത്തിൻ്റെ മുകളിൽ ഇട്ടച്ചിക്കണ്. അതിനി എന്ന് പോവാനാ? നഖം വൃത്തിയേടായി. ഒരു ബ്ലാക്ക് ഹന്ന വാങ്ങിക്കണം. മൈലാഞ്ചി ആൾക്കത് കയ്യിൻ്റെ മുകളിൽ ഇടുന്നത് ഇഷ്ടമാണ്. ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ ഇതൊരാൾ വരുന്നുണ്ട് കേട്ടോ. ബാത്റൂമാണെങ്കിൽ പുറത്താണ്. ബാത്റൂമിൽ പോയി വരാണ് കേട്ടോ കാണുന്നത്. മഴ പെയ്തിട്ട് എവിടെയൊക്കെ വെള്ളമായിട്ട് പിന്നെ മക്കളെ വെള്ളമാക്കലൊക്കെ കൂടിയിട്ട് ആകെ അങ്ങോട്ട് ഒരു വഴുക്കായിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സുകളൊക്കെയാണ് തോരട്ടിട്ടില്ല. ഇനിയിപ്പോൾ അതൊക്കെ തോരടാനുണ്ട്. ഞാൻ കഴുകി അങ്ങനെ ഇട്ടേക്ക. എന്നിട്ട് പിന്നെ വേഗം ഭക്ഷണം കഴിക്കാനൊക്കെ നിന്നു. അപ്പോൾ വേഗം വന്ന് ഡ്രസ്സുകളൊക്കെ കഴുകിയിട്ട് കുളിച്ചു. അപ്പം ഇനി ഉമ്മാൻ്റെ എന്തൊക്കെയോ കലാപരിപാടി ഉണ്ട്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മോളോട് ഉമ്മയുടെ മേച്ചെടുത്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നു. ചുമയുണ്ട്. ചുമ മാറിയിട്ടൊന്നുമില്ല. ഇടയ്ക്ക് ചുമ വന്നുകൊണ്ട് വോയിസ് കൊടുക്കാനൊന്നും കഴിയുന്നില്ല. ഹലോ മാക്സിന്റെ ഷിപ്പ് ഒന്ന് വെളിച്ചത്തെ അടിയ തോന്നായി. വെച്ചിട്ട് നിർത്തതൊക്കെ കൊച്ചൻ്റെ തല കൈ വെച്ചു. അപ്പൊ എന്താ വത്താനോ? സുന്ദരി വെക്കണ് കേട്ടാ. വന്ന് കണ്ട പോലല്ലോ. ഇല്ലതാ എന്താ സുന്ദരി വെക്കണില്ലേ? എല്ലാവരുടെ ഡ്രസ്സിലൊക്കെ പറഞ്ഞു.
അപ്പൊ സുന്ദരിയല്ലേ? അത് എന്ത് കോലായിരുന്നു. ഇപ്പൊ കുറഞ്ഞ മരുന്ന് ശരിക്കും കുടിച്ചാൽ മതി. ഇന്നലെ ഗുളി കുടിച്ചില്ലല്ലോ. നിൽക്കല്ലേ. അപ്പൊ ഇതാ അങ്ങനെ നമ്മൾ ഉമ്മച്ചിക്ക കാക്കപ്പട എന്ത് രസമാണല്ലേ കാണാൻ. അപ്പൊ ഇത്രയൊക്കെയുള്ള വീഡിയോ. കൂട്ടുകാരോടും ഈ വീഡിയോ ഇവിടെ വേണ്ടിപ്പിയാണ്. അസ്സലാമു അലൈക്കും.